ദാമോദരേട്ടാ, എന്താ മോളെ? ഈ വരുന്ന 16-ാം തീയതി എന്റെ കല്യാണ നിശ്ചയമാണ്. പ്രത്യേകിച്ച് ആരും വിളിക്കാനില്ലാത്തതുകൊണ്ടാ ഞാൻ തന്നെ വന്നത്. നിങ്ങൾ വരണം. അല്ല, വല്ല ലവ്വോ മറ്റാണോ? ഏയ്, അതൊന്നും അല്ല. അല്ല, ഇപ്പോഴത്തെ കാലാണ്, അതുകൊണ്ട് ചോദിച്ചു ഏതാ. എന്റെ സ്കൂളിലെ ഒരു മാഷ. വീട്ടുകാർ തീരുമാനിച്ചു, ഞാൻ സമ്മതിച്ചു. ഇക്ക, കുറച്ച് വിറക് കീറാനുണ്ട്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടണേ. നോക്കാം. എന്താണ്, എനിക്ക് സുഖം തന്നെ അല്ലേ? ഇപ്പൊ തിന്നാനൊക്കെ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. പോലീസില്ലേ, പോലീസ് പോൻ വരാൻ പറഞ്ഞിട്ട് വന്നതാ സാധനം കൊണ്ടുപോകാന്. ഈ ഒരു കാര്യം ചെയ്യും, പോലീസ് വരുന്നതിന് മുമ്പ് എനിക്കൊരു പണിയുണ്ട്. ഇവിടുന്ന് പോയാൽ 3-ാമത്തെ വീടാണ് മാളൂന്റെ വീട്. അവിടെ കുറച്ച് വിറക് കീറാനുണ്ട്. ചെന്നത് കീറി കൊടുത്താൽ എനിക്ക് തിന്നാനും കിട്ടും, പൈസയും കിട്ടും. ചെല്ലു. എനിക്ക് പോണം. പോലീസുകാരൻ വഴക്ക് പറയും. ആന് നാളെ വരാ. നിക്ക്, ചോറ് കഴിച്ചിട്ട് പോവാം. ഇനിയും വേണം? വേണം. ആന് നാളെ വരാം. അതൊന്നും കുഴപ്പമില്ലെന്നേ, നമുക്കെല്ലാം ശരിയാക്കാം. സർ, ഇതാരുടേതാ? എന്താ സർ? എടോ, ഈ പാസ്പോർട്ട് ആരുടേതാണെന്ന്? ഇതെങ്ങനെ ഇവിടെ വന്നു? അത് സർ, ഒരു പ്രാവശ്യം ചെക്കിങ്ങിനിടയിൽ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ചതിന് പിടിച്ചു വെച്ചതാ. അവന്മാരുടെ കയ്യിൽ പാസ്പോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് രാവിലെ തന്നെ വന്ന് വാങ്ങാൻ പറഞ്ഞതാ. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? സാറ് ഡ്യൂട്ടിയില്. എടോ, ഞാൻ ലീവ് കഴിഞ്ഞ് വന്നപ്പോ തനിക്ക് എന്നെ അറിയിക്കാമായിരുന്നില്ലേ? ഞാൻ മറന്നുപോയി സർ. യു ബ്ലഡി. ആരാ ഈ ന്യൂസ് പത്രത്തിൽ കൊടുത്തത്? സാറല്ലേ പറഞ്ഞു എനിക്ക് കേസ് അന്വേഷണത്തിൽ താല്പര്യമില്ലാന്ന്. ഞാൻ ആ പത്രക്കാരോട് വരാൻ പറഞ്ഞത്. ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. എന്താ സർ? അവന്മാര് പുറത്തിറങ്ങോടോ? സാർ ആരെങ്കിലും കണ്ടാ പോലീസിൽ അറിയിക്കാൻ പത്രത്തിൽ പ്രത്യേക നമ്പർ വെച്ചിട്ടുണ്ട്. ഈ കൊല നടന്ന അന്ന് തന്നെയാണ് ഞാൻ അവന്മാരെ ചെക്കിങ്ങിനിടയിൽ പിടിച്ചതും അവന്മാരുടെ നീ പാസ്പോർട്ട് വാങ്ങി വെച്ചതും. സർ, ഇനി വല്ല തമിഴ്നാട്ടിലോ കർണാടകയിലോ മറ്റോ ശരിയായിരിക്കും. അതാ. ഏതായാലും ഗൾഫിലെ എസിൽ നിന്നും വന്നിട്ട് യവന്മാർക്ക് പട്ടിക്കാട്ടി താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അന്വേഷിക്കാം. ഇത് നീ സാറിനോട് പറഞ്ഞില്ലേ? അതെന്താ പറയായിരുന്നത്? രാഹുൽ പ്രത്യേകം പറഞ്ഞു വേറെ ആരും ഇത് അറിയരുതെന്ന്. കറക്റ്റ്, അതാണ് ശരി. നീ ഇതാരോടും പറയരുത്. പിന്നെന്തൊക്കെ പറഞ്ഞു? ഒരു പോലീസുകാരന്റെ സഹായത്താൽ മലയിൽ താമസിക്കുകയാണെന്നും 2 മാസത്തിനകം വരാനും പറഞ്ഞിരുന്നു. മതി മതി, ഇനി ഇതാരോടും നീ പറയരുത്. അറിഞ്ഞ എനിക്കല്ല പ്രശ്നം, നിനക്ക് ഇവിടുന്ന് ജീവനോടുകൂടി പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ആരെന്ത് ചോദിച്ചാലും നീ വാ തുറക്കരുത്, കേട്ടോടാ? എന്താ സർ? അവൻ വല്ലതും പറഞ്ഞോ? സർ, ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവനൊന്നും അറിയില്ലെന്ന്. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. ആ പയ്യനെ ഇറക്കി വിടുന്ന നല്ലത്. മാത്രമല്ല അവൻ എന്നും ഒരു സൂക്കേടുകാരനാ. ഇനി വല്ലതും സംഭവിച്ച
അവനെ ഇങ്ങ് വിളി. സർ പ്രതിഭ ഓക്കെ. നീ ഇപ്പൊ പൊയ്ക്കോ. ഇനി എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലെത്തണം. മനസ്സിലായല്ലോ? സാർ വല്ലാതെ തല ചുറ്റുന്നു. എന്നെ വിടുകയാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് തരണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിക്കൂ സാർ. കോൺസ്റ്റബിൾ, ഇവനൊരു ഓട്ടോ പിടിച്ചു വിട്. കൊണ്ടുപോ. சொல்லுங்க சார். என்னாச்சு? நம்ம கிருஷி படுபடிக்க டைம் ஆச்சு இல்லையா? ஆமா சார். சரி சரி. அப்போ நான் வந்து நெக்ஸ்ட் வீக்ல வந்துடலாம். ஓகே. അവിടെ தங்கறதுக்கு ஏதாவது கிடைக்குமா? சார் வருப்ப சொல்லுங்க சார். சாருக்கு என்ன தேவை அதங்க கிடைக்கும். போதுமா? போதும் போதும். அது போதும். എന്നാ വെക്കട്ടുമാ? ஓகே சார். ഓക്കേ ഓക്കേ ഓക്കേ. ഒന്ന് വേഗം കൊണ്ടുവാടാ. നീ പൊയ്ക്കോ. ചേച്ചി, ഈ താറാവ് നന്നായിട്ട് മുള തേച്ച് വറക്കണം. നമ്മുടെ ചെട്ടിയാർ സാർക്ക് കൂടി ഉള്ളതാ. പിന്നല്ലാതെ. ചേച്ചിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ഇതും ചേച്ചിക്കുള്ളതാ. ഇവിടുത്തെ വിളവ് കഴിഞ്ഞ് കുറച്ചുനാൾ കൂടി ഞങ്ങളിവിടെ ഉണ്ടാവൂ. പിന്നെ ചെട്ടിയാരുടെ കാര്യം കൂടി സീതയോടൊന്ന് പറയണം. ഓ പിന്നെ. ராகுலே, நான் வந்து இங்க 2 நாள் தங்குறது. சரக்கு நீ அங்க ஒரு பஸ் ஏற்றி விட்டா போதும். அங்க மன்னார்காடு நம்ம பசங்க பிக் பண்ணிக்கோளும். அங்க வரை கொண்டு போகிறது உங்க பொறுப்பு. புரிஞ்சதா? സാർ, പിന്നെ ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയില്ല. ആദിവാസിയെ ചരക്കിന്റെ കൂടെ കയറ്റിവിടാം. சரி, அதான் நானும் போதும். நீ சீக்கிரம் சீதையை கூப்பிடு. எனக்கு வந்த டைம் தீர கிடையாது. സാർ, അത് வந்து സാർക്ക് ഇന്നേക്ക് ഇറക്കുന്നത് ரொம்ப കഷ്ടം. എസ്ഐയും പാർട്ടിയൊക്കെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ചെക്കിങ്ങിന്. നമുക്ക് നാളെ ഇറക്കാം. சரக்கு பஸ் வேண்டியாச்சு. அந்த ஆதிவாசியை துணைக்கு அனுப்பி இருக்கு. அவனை பிடித்தா அவன் எல்லாமே சொல்லிடும். ശരി സാർ. நீ ஏதாவது சீக்கிரம் செய். എന്താടാ ഇത്? ആർക്കടാ ഇത്? എനിക്കറിയാം, ഇത് നിനക്കോ നിന്റെ ആൾക്കാർക്കോ അല്ല. ഇതാ പയ്യന്മാർക്കല്ലടാ. സത്യം പറയടാ, ഇത് പയ്യന്മാർക്കല്ലേ? പറയടാ, അമ്മരെവിടെയുണ്ട്? അമ്മരെവിടെയുണ്ട്? Happy birthday to you. Happy birthday to you. Happy birthday to dear Tanya. Happy birthday to you. Happy birthday to you. എന്തായിടോ? സാർ, ഇവരാണ് അപർണ കൊലക്കേസിലെ പ്രതികൾ. ഇവർ 3 പേരേ ഉള്ളൂ. മൊത്തത്തിൽ 4 പേരുണ്ടായിരുന്നല്ലോ. സാർ, ഫോൺ. യെസ്. ഓക്കെ, ശരി. നിങ്ങൾ കാത്തിരുന്ന അപർണ കൊലക്കേസിലെ പ്രതിയെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കും. കേക്കെടുത്ത് മാറ്റും. ഞാനൊരു പോലീസ് മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ CBIയെ ഏൽപ്പിക്കുന്നതിന് പകരം ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം. ക്രൈംബ്രാഞ്ചിൽ വളരെ സമർത്ഥനായ ഒരു ഓഫീസറുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഞാൻ പാർട്ടി പ്രവർത്തനവുമായി നടന്നിരുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും സത്യസന്ധതയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പാലക്കാട് DYSP ആണ്.
മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. സർ, അപർണ കൊലക്കേസിൽ ഒരാളാണ് പ്രതി. കേരളത്തിലെ ആന്റി നർക്കോട്ടിക് സെൽ എത്ര വലവിരിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ഡീലർ അയ്യർ എന്ന നാമവിശേഷണമുള്ള ദേവദേവരാജ ഗൌഡ അന്വേഷണത്തിനിടയിൽ എന്റെ വലയിൽ വന്നു. ഇത് ഈ നിൽക്കുന്ന ജോണിക്കുട്ടി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വളരെ വില കൂടിയ ഒരു ക്യാമറയാണ്. ഇതിന്റെ പ്രത്യേകത എല്ലാ വശത്തും കാണുന്നത് ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതെന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് കേസന്വേഷണം വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയും. ലാപ്ടോപ്പ് സർ, പ്ലീസ്. പിന്നെ ഈ വീഡിയോ ദൃശ്യം താൻ സത്യം പറഞ്ഞേ തീരൂ. ഞാൻ സത്യം പറയാം സർ. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302, 120B IPC ക്രിമിനൽ കോൺസ്പിറസി, 193 IPC ഫാബ്രിക്കേറ്റിംഗ് ഫാൾസ് എവിഡൻസ് എല്ലാം കൂടി ചേർത്ത് ഒരു തൂക്കുകയർ. അതുറപ്പാണ് മിസ്റ്റർ അഗസ്റ്റിൻ. കൺഗ്രാറ്റ്സ് മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. സർ,